ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVI പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു സ്വപ്ന ജോലിയാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ എത്രത്തോളം ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ എത്ര പേരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്, ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എക്സാമിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം കാൻഡിഡേറ്റ്സ് ആണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നതിനെ പറ്റി സബ്മിറ്റ് ചെയ്ത ഒരു RTI അഥവാ റൈറ്റ് ടു ഇൻഫർമേഷന് ഇപ്പോൾ റിപ്ലൈ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതിൽ എത്ര പേരോടാണ് നമ്മൾ ശരിക്കും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ റിയൽ കോമ്പറ്റീറ്റേഴ്സ് ആരെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചാലോ. കാറ്റഗറി നമ്പർ 26/2026 ആണ്. നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 45,600 രൂപ മുതൽ 95,600 രൂപ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതും ഒരു മസ്റ്റ് ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അത് കഴിഞ്ഞു, അത് എക്സ്പയർ ആയി. 1/7/2026 അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഉണ്ടായിരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് പരിശോധിക്കുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എത്രത്തോളം കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 9,957 കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ അത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഒന്ന് പരിശോധിച്ചാലോ. 10,787 പേരാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്നും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ചാൻസ് കൂടിയാണ് അല്ലേ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കാറ്റഗറി നമ്പർ ലാസ്റ്റ് അഡ്വൈസ് മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ പരിശോധിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് 2022 517/2022 ആയിരുന്നു കാറ്റഗറി നമ്പർ. ഓക്കെ, എക്സാം നടന്നത് 26/5/2023 നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10,787 ആപ്ലിക്കേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/9/2024 കട്ട് ഓഫ് മാർക്ക് അന്ന് 59.67 ആയിരുന്നു. OMR എക്സാമിന് ലഭിച്ച മാക്സിമം മാർക്ക് 83.33 ആണ്. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13. ഓക്കെ, ഇനി ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 2026 ജൂലൈ 2 ലാസ്റ്റ് അഡ്വൈസ് നടന്നത്. ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ശ്രദ്ധിക്കുക 156ഓളം അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല അഡ്വൈസുകൾ നടന്നിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് 2027 1/9/2027 സെപ്റ്റംബർ 1 അത് എക്സ്പയർ ആവും, റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ലൈവാണ്. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് പരിശോധിക്കാനായിട്ടുണ്ടായിരുന്നത്. ക്ലിയർ? യെസ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാനുള്ളത് ശരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എത്രയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് പറഞ്ഞല്ലോ, അത് 9,957 ആപ്ലിക്കൻസ് ആണ് ഇപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. ഓക്കെ, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ OMR എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എങ്ങനെ പോയാലും ഒരു 8,000 പേരേ വരുള്ളൂ. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം സ്റ്റെപ്പ് ഉണ്ട്, ഇതിനിടയ്ക്ക് കൺഫർമേഷൻ കൊടുക്കണം. ഇപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുമോ? തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കില്ല. അപ്പോൾ കുറേ പേര് കൺഫർമേഷൻ കൊടുക്കില്ല, അങ്ങനെ സ്കിപ്പാവും. ഓക്കെ, ബാക്കിയുള്ളവരിൽ ഇനി കൺഫർമേഷൻ കൊടുത്തതിൽ കുറേ പേര് എക്സാം എഴുതാൻ വരില്ല, എക്സാം അപ്പിയർ ചെയ്യില്ല, അപ്പോൾ അങ്ങനെ കുറേ പേര് പോവും. അങ്ങനെ എന്തായാലും മാക്സിമം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ ഒരു OMR എക്സാം എഴുതാൻ പോകുന്ന മാക്സിമം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എങ്ങനെ പോയാലും ഒരു 8,000 പേരാണ്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ആ 8,000-ൽ ഈ ഫുൾ സിലബസും നമുക്ക് സിലബസ് പരിശോധിക്കാം. ആ ഫുൾ സിലബസും കവർ ചെയ്ത് വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നേരെ പകുതിയായിരിക്കും. ഒരു 4,000 പേരോളം, മാക്സിമം 4,000 പേരോളം ആയിരിക്കും ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്.
ഒരിക്കലും സിലബസ് പൂർണ്ണമാക്കി എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഉയർന്ന റാങ്ക് ലഭിക്കണമെന്നില്ല. ഓക്കെ, സിലബസ് പൂർണ്ണമാക്കിയിരിക്കണം, പ്രോപ്പറായിട്ട് നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം, അതോടൊപ്പം കൃത്യമായ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇതെല്ലാമാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ കൃത്യമായ സിലബസ് കവറേജും റിവിഷനും ചെയ്തു വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അപ്പോൾ ഇതിലും കുറവായിരിക്കില്ലേ? അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു മാക്സിമം നമ്പർ നമുക്ക് 2500 പേരായിട്ട് എടുത്താൽ അതിലും തന്നെ ഫുൾ സിലബസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റിവിഷനും എല്ലാം ചെയ്തിട്ട് വരുന്നവർ ഒരു 1000-ഓളം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഫുൾ സിലബസും കവർ ചെയ്ത് റിവിഷനും അതുപോലെ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് കൃത്യമായ മെൻറ്റർഷിപ്പോട് കൂടി ഒരു റൈറ്റ് മെൻറ്റർഷിപ്പോട് കൂടി വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അതിലും കുറവായിരിക്കും, 1000-ലും കുറവായിരിക്കും. ഓക്കെ, അത് ഏകദേശം ഒരു 600-ഓളം പേരായിട്ട് എടുക്കാം. അതിൽ തന്നെ ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അഡ്വൈസ് കിട്ടുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നമുക്ക് ഏകദേശം ഒരു 300 അടുപ്പിച്ച് കാൻഡിഡേറ്റ്സിന് അഡ്വൈസ് കിട്ടുമെന്ന് തന്നെ വിചാരിച്ചാലും നമുക്ക് അഡ്വൈസ് കിട്ടാനുള്ള ഒരു ചാൻസ് 3-1 തൊട്ട് 2-1 വരെ ചാൻസ് ആണ്. ഓക്കെ, അതായത് 50% ചാൻസ് ആണ് കൃത്യമായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും കവർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിക്കാനുള്ള ചാൻസ്. വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം തീർച്ചയായിട്ടും പാഴാക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഡ്വൈസ് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്നിങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ അളക്കരുത്. നമ്മുടെ യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് അവരല്ല. കൃത്യമായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിനോടാണ് നമ്മൾ ശരിക്കും കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? അത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും അത് അങ്ങനെ തന്നെയാണ്. ക്ലിയർ? ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ സിലബസിലേക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സിലബസിനെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. മെക്കാനിക്കൽ ടോപ്പിക്സ് ഉണ്ട്, ഓട്ടോമൊബൈൽ ടോപ്പിക്സ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അതിൽ മെക്കാനിക്കൽ ടോപ്പിക്സിൽ നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് 10 മാർക്ക്, തെർമൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 10 മാർക്ക്, മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് 10 മാർക്ക്. ഇനി അടുത്തത് ഓട്ടോമൊബൈൽ പാർട്ടാണ്. ഓട്ടോമൊബൈൽ പാർട്ടിനും കൺസ്ട്രക്ഷൻ 4 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റം, ചേസിസ്, ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ് എന്നിവയാണ് ആ 4 മൊഡ്യൂൾസ്. അപ്പോൾ ഈ 2 മൊഡ്യൂൾസിനും 40 മാർക്കിന്റെ വീതം വെയിറ്റേജ് ആണുള്ളത്. 4 മൊഡ്യൂൾസിൽ ഓരോ മൊഡ്യൂൾസിലും 10 മാർക്ക്, അങ്ങനെ 80 മാർക്കായി. ഇനി അടുത്ത സ്പെഷ്യൽ ടോപ്പിക് ഒരു 2 മൊഡ്യൂളുണ്ട്. അതായത് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു 10 മാർക്കിന് ചോദിക്കാം. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, നമ്മുടെ ജോബിൻ്റെ രീതികളും മറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് 10 മാർക്കിന്. ഇങ്ങനെ ആകെ 100 മാർക്കിൻ്റെ OMR എക്സാം ആണ് നടക്കാനായിട്ട് പോകുന്നത്. അതും ശ്രദ്ധിക്കുക. അപ്പോൾ സിലബസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കൃത്യമായ പ്രിപ്പറേഷൻ, സിലബസ് കവറേജ്, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ മുൻ വർഷങ്ങളിൽ നടന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയിൽ ഉയർന്ന റാങ്ക്, ഓക്കെ, അല്ലെങ്കിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSC ഒരു ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വിജയികളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റാങ്കുകളോടടുത്ത് തന്നെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉയർന്ന റാങ്ക് സ്വന്തമാക്കാം. അതിനായിട്ടാണ് ഈ ഒരു ഫോക്കസ് ബാച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനും അതോടൊപ്പം ആ ഒരു പ്രിപ്പറേഷൻ്റെ എഫേർട്ട് അതൊന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഫോക്കസ് ബാച്ച്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മുൻ വർഷങ്ങളിൽ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ടീമാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഓക്കെ, ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും ലഭിക്കും. കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കും. ഓക്കെ, ഇനി ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിലാണ് ഈ നോട്ട്സ് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുക. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാവും. ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ എഴുതാനുള്ള അവസരങ്ങൾ, അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയും ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഈ ഒരു കോഴ്സ് എന്ന് വരെ വാലിഡ് ആയിരിക്കും? നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് ഇനിയും സമയമുണ്ട്.
അപ്പോൾ എന്ന് വരെയാണ് ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉള്ളവർക്കും തീർച്ചയായിട്ടും TechPSC ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്